ഞാൻ നോവലിസ്റ്റ് സാഗർ തിരുത്തിപ്പുറം. അല്ലെ ഈ കോട്ടപ്പുറത്തിന്റെ തൊട്ടടുത്ത സ്ഥലം. സാർ, എൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് പറയാം. ഓക്കെ, ഞാൻ കേട്ടോട്ടെ. വാതിരിക്കാം. സാറിനൊരു ചായ പറഞ്ഞാലോ? അല്ല, ഇത് ചായക്കടയല്ല. അല്ലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചായ കിട്ടില്ല. ഓ, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. എന്നാ ഞാൻ ഒന്ന് കിടക്കട്ടെ. കിടക്കാനാ? അല്ല, കഥയിലേക്ക് കിടക്കട്ടെ. ആ, സാർ, ഈ കഥ നടക്കുന്ന ഇവിടെയല്ല, പുറത്താണ്. പുറത്തോ? അതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് അവിടെ ഒരു കഥ പറഞ്ഞാൽ പോരെ? നമ്മളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഒരു വൺലൈനെങ്കിലും പറയാൻ പറ്റുമോ? സാർ തെറ്റിക്കല്ലേ, ഞാൻ ഈ വൺലൈൻ ആദ്യം ശരിയാകട്ടെ. സാറേ, ഈ പപ്സ് ചൂടാറി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഈ ചൂട് കഥ പറയണ കാര്യത്തിലില്ലല്ലോ. സാറേ, ഈ കഥ നടക്കുന്ന ഇവിടെ അല്ല, പുറത്തായിരിക്കും അല്ലേ? അതല്ല സാറേ, ഇവിടെ ഈ കഥ പറയാനുള്ളൊരു ആംബിയൻസ് ഇല്ല. നമുക്ക് പുറത്തു വിടുമ്പോൾ കഥ പറഞ്ഞാലോ? 40, 41, 42, 45. ആ ഹോട്ടലിൽ തനിക്ക് ആംബിയൻസ് പോരാന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടിരിക്കുന്ന ഈ പാർക്കിൽ വന്നിരിക്കുന്നത്. ഇനിയും തനിക്ക് കഥ പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത് വരുന്ന തിരുത്തിപ്പുറം ബസ്സിൽ സാഗർ തിരുത്തിപ്പുറം ഇവിടെ നിന്ന് വിട്ടോണം. സാറേ, എൻ്റെ കയ്യിൽ കഥയൊന്നുമില്ല. സാറിൻ്റെ കയ്യിൽ വല്ല കഥയുണ്ടാ? 2 ദിവസം കാണപ്പെടാൻ വേണ്ടി സാറിന് പറഞ്ഞു കേൾപ്പിക്കുക. എൻ്റെ ഒരു ഉഗ്രം കഥയുണ്ട്. നീ അവിടെ നിന്ന് എഴുന്നേറ്റെ. എന്തിനാ സാറേ പുറത്തിരിഞ്ഞ് നിൽക്കണേ? എടാ, ഇത് ഇവിടെ നടക്കണ കഥയല്ല, പുറത്തിറക്കണ കഥയാണ്. തിരിഞ്ഞിക്ക്. നിന്നെ ഇന്ന് ശരിയാക്കി തരാടാ. നിനക്ക് കഥ വേണമല്ലേ? നിന്റെ കഥ. സാറേ, സാറിൻ്റെ വല്ല കഥയുണ്ടാ? ഞാൻ പച്ചവെള്ളം പോലെ പറഞ്ഞു കേൾപ്പിക്കുക.